ഞാൻ യോഹന്നാൻ 14:16 പറയുക, ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയക്കും. അടുത്ത വാചകം നിങ്ങൾക്കറിയാം, ലോകം അവനെ കാണത്തില്ല, പക്ഷെ നിങ്ങൾക്കും അവനെ കാണാം. അവൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും അവനോട് കൂടെ ജീവിക്കും. അടുത്ത വാചകം നിങ്ങൾക്കറിയാവോ, 18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നിട്ട് പറയുക, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഞാൻ ചോദിക്കട്ടെ കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞാൻ പോയതിനു ശേഷം അയക്കുമെന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? യെസ്. ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല, ഞാൻ മേലോട്ട് പോകാന്നല്ലേ നീ പറയുന്നേ? യെസ്. പിന്നെന്താ നീ പറയുന്നത്? അതിന്റെ കൂടെ ഞാൻ വരുമെന്നും കൂടെ പറയുന്നേ. ആരെങ്കിലും പരിശുദ്ധാത്മാവുമായി ബന്ധത്തിലാകുമ്പോ യേശു അടുക്ക നിൽക്കുന്നു എന്ന് വിചാരിച്ചോണം. ആരെങ്കിലും പരിശുദ്ധാത്മാവ് ആഴമേറിയ ബന്ധത്തിലേക്ക് വരുമ്പോ സ്വർഗത്തിലെ സ്വന്തപുത്രൻ നിന്റെ വലതുവശത്ത് നിൽക്കുന്നു എന്ന് വിചാരിച്ചോണം. രാജാതി രാജാവ്, യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്റെ വലത്തു നിൽക്കുന്നു എന്ന് അറിഞ്ഞോണം. ഞാനൊരു മർമ്മം പറയട്ടെ, യഹൂദ ഗോത്രത്തിലെ സിംഹത്തെ നിനക്ക് നിന്റെ അടുക്കൽ കൊണ്ടുവരണമെങ്കിൽ ഒരു സിമ്പിൾ വഴി, പരിശുദ്ധാത്മാവുമായി സംസർഗമുണ്ടായാൽ, ആ സംസർഗത്തിന്റെ ആഴം കൂടിയാൽ, യേശു പറയോ, ഞാൻ പിന്നെ അവിടെ ഇരിക്കത്തില്ല, നിന്റെ അടുക്കലേക്ക് വരും. On who have a good conversation, on who have a good relationship, on who have a good fellowship with the Holy Spirit, that moment you can experience the Lion of Judah. My Jesus is closer to you. That moment you can experience it.